എടി കുഞ്ഞാറ്റെ, നമ്മള് നമ്മുടെ ബ്ലോഗ് വഴി നമ്മുടെ ഇടുക്കി ജില്ലയിലെ നല്ല ഇഷ്ടംപോലെ അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ കാണിക്കാമെന്ന് നമ്മുടെ ഫോളോവേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം നമ്മൾ കല്യാണത്തണ്ട് ക്ഷേത്രത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണ് ആൾക്കാർ എല്ലാം പറഞ്ഞേക്കുന്നത്. നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മൾ കട്ടപ്പനയ്ക്ക് അടുത്ത് താമസിക്കുന്നത് അല്ലേ? കല്യാണത്തണ്ടിൻ്റെ അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പം നമ്മുടെ ഫോളോവേഴ്സിനെ എല്ലാം ഈ കല്യാണത്തണ്ടിൻ്റെ ഭംഗി നമുക്കൊന്ന് കാണിക്കാം അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഫോളോവേഴ്സ്, നമ്മളെ കല്യാണത്തണ്ടിൻ്റെ അമ്പലമൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണിക്കാം. ഉള്ള സ്ഥലമൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒത്തിരി പേർക്ക് വരാൻ പറ്റും. ഒരു ടൂറിസ്റ്റ് ഇതാണ് സ്ഥലമാണ്. അപ്പം അടിപൊളി വൈബാണ് ഇവിടെ വന്നാല്. അപ്പം നമുക്ക് ഇവിടെയുള്ള കല്യാണത്തണ്ടിലുള്ള വ്യൂ ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇരിക്കുവാണേ, അവരുടെ എല്ലാം കേൾക്കാം. വണ്ടി ഞാൻ വിചാരിച്ച വണ്ടി നിൽപ്പുണ്ട്. അതെ, നമ്മുടെ പാറയെന്നൊക്കെ ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ പാറയാണ്. പാറയുടെ ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ എന്താണ് നല്ല ഇങ്ങനെ കാണുന്നെങ്കിലും നല്ല ശുദ്ധമായ വെള്ളമാണ്. നല്ല അടിപൊളി ഉറവയാണ്. അപ്പൊ എന്താണ് അവിടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഓക്കെ, നമുക്ക് അവിടെയൊക്കെ പോവാൻ നോക്കാട്ടോ. നമ്മളെ കാണിക്കാൻ മുട്ടക്കുന്നൊക്കെയാണ് കാണിച്ചു കൊടുത്തത്. അവിടെ ഒരു മുട്ടക്കുന്ന് കണ്ടോ? അവിടെ മുട്ടക്കുന്നുണ്ട്. അവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല പച്ചപ്പ് വിരിച്ച സ്ഥലമാണ്. അടിപൊളി സ്ഥലം. അതെ, നമ്മുടെ നല്ല അടിപൊളി സ്ഥലമാണ്. ആസ്വദിക്കണമെങ്കിൽ അതെ, നമ്മുടെ ഇടുക്കി ജില്ലയിലോട്ട് പോരട്ടെ. അതെ, കല്യാണത്തണ്ടിലേക്ക് പോരട്ടെ. എല്ലാരും പോരട്ടെ. കട്ടപ്പന കാണുന്നുണ്ട്, അങ്ങോട്ട് നോക്കി. അതെ, കട്ടപ്പന സിറ്റിയാണത്. അടിപൊളി സിറ്റിയാണ് അവിടുത്തെ. കട്ടപ്പന സിറ്റിയാണ്. കാരണം അപ്പുറത്ത് കാണുന്നത് കുന്തളംപാറ. ആ കാണുന്ന ഇതേതാണെന്ന് നിനക്കറിയോടി? ആ രണ്ട് ഇത് കണ്ടോ? കണ്ടു. അതെവിടെയാ? ഹിൽ ടോപ്പിലാ. കാണും. എടി, ആ മറ്റേ മൊബൈൽ ടവർ കണ്ടോ? അത് ഹിൽ ടോപ്പിലെ ടവറാ കാണുന്നത്. നമ്മുടെ അങ്ങോട്ട് പോകുന്നില്ലേ, ആ വഴിക്കുള്ള സ്ഥലമാണ്. നമ്മളെ കട്ടപ്പന അങ്ങോട്ട് പോകുന്ന വഴിയാ. വാ, അടുത്തോട്ട് പോവാം. അച്ഛൻ ഏതോ പോകുന്നേ. അച്ഛൻ പറയുന്ന ശിവൻ, അടിപൊളി ശിവൻ, നല്ല രസമുണ്ട്. ഞാൻ പണ്ട് ദൂരെ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം കണ്ട്. നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്ന കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. പിന്നെ അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മയുടെ കൂടെ അല്ലേ? പോവാ, അമ്മ എടുത്ത്. അടിപൊളി പ്ലേസ് അല്ലേ? അതേ, അച്ഛൻ അവിടെ പോയി.
വൈബ് അവിടെയൊക്കെ ഏത് സ്ഥലമാണെന്ന് അറിയത്തില്ല. ഇത് എവിടെയാ? കട്ടപ്പനയാണോ? കട്ടപ്പനയാണ്. എറണാകുളം. അഞ്ചുരുളിയിലെ വെള്ളം കണ്ടോ? അഞ്ചുരുളി അങ്ങോട്ട് കാണിച്ച് കണ്ടോ? കൊറേ വെള്ളമുണ്ട്. അത് ഇവിടെയൊക്കെ ആൾക്കാരുണ്ടോ? അവിടെ അമ്പലത്തിലേക്ക് അഞ്ചുരുളിയിലെ വെള്ളമാ കാണുന്ന. നോക്കിയേ, അഞ്ചുരുളിയിലെ വെള്ളം. ഇവിടൊക്കെ അച്ഛൻ പറഞ്ഞത് ആ കാണുന്നത് എറണാകുളം റൂട്ടാണെന്നാണ്. എറണാകുളം റൂട്ടാണ്. കട്ടപ്പന എറണാകുളം. കട്ടപ്പന എറണാകുളം റൂട്ട്. നല്ല രസമല്ലേ? അങ്ങോട്ട് പോയി അങ്ങോട്ട്. അടിപൊളി. നമ്മുടെ ഭാഗ്യത്തിന് മഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ട് പാറു എന്റെ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തില്ലേ, അമ്പീമേനെ പേടിപ്പിക്കാനായിട്ട് ഈ സാധനം ഇല്ലേ, ഈ സാധനം മറിച്ചിട്ട് ഞങ്ങളെ കൈ വെച്ചിട്ടില്ലേ അമ്മയ്ക്ക് കൊടുക്കും. അപ്പൊ അമ്മ വ്ലോഗ് അവസാനിപ്പിക്കണം. അത് അത്രയും നല്ല അഞ്ചുരുളിയിലെ പൂ പറിക്കുന്നത്. ഇങ്ങോട്ട് വാ, എവിടെ പോവാ? അപ്പൊ ഞങ്ങളിനി അടുത്ത ഇതുപോലുള്ള പ്ലേസ് വഴിയല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി വന്നതല്ല. ഞങ്ങളൊരു സപ്ലൈ ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മുടെ കടയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തിന്റെ വീഡിയോസ് എടുക്കാനായിട്ട് വന്ന സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇവിടെ നല്ല വ്യൂ ആണ്, കല്യാണത്തണ്ട് അവിടെ നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ എന്ന് പോയി നോക്കുന്നൊക്കെ പറഞ്ഞു. നല്ല അടിപൊളി വ്യൂ ആണ്. എന്തായാലും ആ ചേച്ചി പറഞ്ഞത് ശരിയാണ്, നല്ല അടിപൊളി വൈബാണ്. കൂടെ വെച്ചേക്കുന്നത് അതെന്താണെന്നറിയോ? അതാണ് സർക്കാരിന്റെ ജെണ്ടയോ? ജെണ്ട. ഇത് ഈ സാധനം ഞാൻ കാണിച്ചത്. ഏത് സാധനം? ഇത് ഈ സാധനം. ഈ പറയോ? ഇത് ജെണ്ടയാ, ജെണ്ട. ഇത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, സർക്കാർ ഭൂമി തിരിക്കുന്ന ഇതുണ്ട്, എഴുതി വെച്ചേക്കുന്നുണ്ട് ഇതില്. സർക്കാർ ഭൂമി തിരിച്ച് ഇടുന്ന ഒരു അതിരുകല്ല്, ശരിക്കും പറഞ്ഞാൽ അതിരുകല്ല്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഉണ്ട്, എഴുതിയേക്കുന്നുണ്ടോ? സർക്കാർ അതിര് തിരിച്ച് എഴുതിയിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വരാൻ ഒരു കാരണമുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അർജന്റീനയും മറ്റേ ഫ്രാൻസും അർജന്റീനയും സ്പെയിനുമായിട്ടുള്ള മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ജയിച്ചെന്നും പറഞ്ഞ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവധി കൊടുത്തുകൊണ്ട് ഇവിടെ എന്റെ കൂട്ടത്തിൽ കൂടിയതാണ്. ഇനി ഞാൻ അർജന്റീനയുടെ ടീമായിരുന്നു, പക്ഷെ അർജന്റീന ജയിച്ചില്ല, സ്പെയിനാണ് ജയിച്ചത്. അതിൽ ഒത്തിരി സങ്കടമുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇവർക്ക് അവധിയുള്ള ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.